Question is find the area of the region in the first quadrant enclosed by x-axis the line x equal to root 3y. X equal to root 3y എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. അപ്പം ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരിക്കണം എൻക്ലോസ്ഡ് ബൈ ദ ലൈൻ എക്സ് ഈക്വൽ ടു റൂട്ട് 3y. അപ്പം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ y ഈക്വൽ ടു നമുക്ക് 1/√3x എന്ന് എഴുതാം സ്റ്റാൻഡേർഡ് ആയിട്ട്, അല്ലെ x ഈക്വൽ ടു റൂട്ട് 3y, ഏത് രീതിയിലും എഴുതാം. ഓക്കെ, എങ്ങനെയായിരിക്കും ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കുന്നത്? അപ്പം എക്സ് റൂട്ട് 3y ആണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 3y സ്ക്വയർ. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് അപ്പം നമുക്ക് ഇതാണ് റീജിയൻ എന്നുള്ളത് കിട്ടും. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. എക്സ് സ്ക്വയർ ഈക്വൽ ടു 3y സ്ക്വയർ. ഈ വാല്യൂ കണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന്റെ വാല്യൂ കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഈക്വൽ റൂട്ട് 3y എന്നുള്ളതും ഈ സർക്കിൾ നമ്മൾ ഇന്റർസെക്ഷൻ പോയിന്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. എന്തുകൊണ്ടാണ്? ആ ഇക്വേഷനെ സോൾവ് ചെയ്യുക. അതായത് എക്സ് ഈക്വൽ റൂട്ട് 3yയും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4ഉം തമ്മിൽ എന്ത് ചെയ്യണം? ഇന്റർസെക്ഷൻ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതൊരു സർക്കുലർ റീജിയൻ ആണ്, ഇതിനിടയ്ക്കുള്ള കോമൺ റീജിയൻ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഏത് രീതി വേണം ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇത് ഞാൻ നമുക്കൊരു ട്രയാങ്കിൾ റീജിയനും എന്ത് ചെയ്യണം? ഒരു ഫംഗ്ഷന്റെ കീഴിലുള്ള ഏരിയ ആയിട്ട് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. ഓക്കെ, രണ്ടായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കുക. ട്രയാങ്കിൾ ലെങ്ത് അറിയാം, ബ്രെഡ്ത്ത് അറിയാം, ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കുക. ഈ റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഈ സി തൊട്ട് ഈ ബി വരെ എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സിനെ നമുക്കവിടെ എഫ് ഓഫ് എക്സ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഈ റീജിയണിൽ y ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ എടുക്കുക. സോ ഇന്റഗ്രൽ y dx ഫ്രം സി ടു ബി എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഏത് കിട്ടും? രണ്ടാമത്തെ റീജിയന്റെ ഏരിയ കിട്ടും. ഫസ്റ്റ് റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കുക, സെക്കൻഡ് റീജിയന്റെ കൂടെ ഏരിയയും കൂടെ കണ്ടുപിടിക്കുക. ഫസ്റ്റ് റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കുക, സെക്കൻഡ് റീജിയന്റെ ഏരിയയും കൂടെ കണ്ടുപിടിക്കുക. അത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഫസ്റ്റ് റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കുക, സെക്കൻഡ് റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കുക. അത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഏത് കിട്ടും? ടോട്ടൽ ഏരിയ കിട്ടും. ഓക്കെ, അത് നമുക്ക് എത്ര കിട്ടും? π/3 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഇതാണ് ഗ്രാഫ് എക്സ് ഈക്വൽ ടു റൂട്ട് 3y. ഓക്കെ, അപ്പം നമുക്ക് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ലൈൻ ആൻഡ് ദി സർക്കിൾ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ് റൂട്ട് 3,1. അതെങ്ങനെയാണ് കിട്ടിയത്? പ്രത്യേകിച്ചൊന്നുമില്ല. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? റൂട്ട് 3y. സോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3y സ്ക്വയർ. സോ 3y സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 4 ആണ്. സോ 4y സ്ക്വയർ ഈക്വൽ ടു 4. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ എത്ര കിട്ടും? 1 കിട്ടും. ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഇത് മാത്രമേ ഉള്ളൂ. വൈക്ക് 1 മാത്രമേ ഫീസിബിൾ ഉള്ളൂ. കാരണം എക്സിന്റെ വാല്യൂ നമുക്കതിന് ഓക്കെ നെഗറ്റീവ് എന്നുള്ളത് കിട്ടൂല. നമുക്കിത് കണ്ടാലേ അറിയാം ഏതാണ് ഈ ഒരു ഗ്രാഫിൽ നെഗറ്റീവ് ആണ്. നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ വാല്യൂവിനെ പറ്റി മാത്രമേ പറയുള്ളൂ. വൈയുടെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഇക്വേഷനിൽ. അതിന് എക്സിന്റെ വാല്യൂ കറസ്പോണ്ടിങ് നമുക്ക് എത്ര കിട്ടും? റൂട്ട് 3,1. അപ്പം ആദ്യത്തെ റീജിയന്റെ ലെങ്ത് അറിയാം, ഹൈറ്റ് അറിയാം. സോ ഏരിയ എത്രയായിരിക്കും? ഹാഫ് ടൈംസ് ലെങ്ത് ടൈംസ് ബ്രെഡ്ത്ത്, റൂട്ട് 3/2 കിട്ടി. ഓക്കെ, അതാണ് ഫസ്റ്റ് റീജിയന്റെ ഏരിയ. അടുത്തത് ഏരിയ ഓഫ് എ ബി സി ഏതായിരിക്കും? എ ബി സി കർവ്ഡ് റീജിയൻ ആണ്. അവിടുത്തെ ഫംഗ്ഷൻ എത്രയാണ്? ഞാൻ പറഞ്ഞ റൂട്ട് 4 മൈനസ് എക്സ് സ്ക്വയർ ആണ്. എങ്ങനെയാണ് ഇത് കിട്ടിയത്? ഇത് നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ ആണ്. സോ y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ 2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. റൂട്ട് 3 തൊട്ട് 2 വരെ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, എന്തുകൊണ്ടാണ്? അതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതിന് ഇന്റഗ്രൽ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. x/2 ടൈം ഡയറക്റ്റ് ഫോർമുലയാണ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ x/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് 4/2 സൈൻ ഇൻവേഴ്സ് x/2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ. ഓക്കെ, അപ്പർ വാല്യൂ വരും, ഈ വാല്യൂ 0 വരും. ഓക്കെ, അടുത്തത് 4/2 സൈൻ ഇൻവേഴ്സ് 1 കിട്ടും. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് എത്ര കിട്ടും? π/2. കാരണം അപ്പർ വാല്യൂയിലെ ഫസ്റ്റ് വാല്യൂ എത്രയാണ്? 0. ലോവർ വാല്യൂ ഇട്ട് കൊടുക്കുക. റൂട്ട് 3/2 ടൈംസ് മൈനസ് ലോവർ വാല്യൂ നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, അതിനെ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക. π/3 മൈനസ് റൂട്ട് 3/2. ഓക്കെ, ഇത് തമ്മിൽ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൂട്ട് 3/2 മൈനസ് റൂട്ട് 3/2 കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടും? π/3. ഓക്കെ,
ഇത് എഫ് ഓഫ് എ അപ്പർ വാല്യൂ മൈനസ് എഫ് ഓഫ് ബി ലോവർ വാല്യൂ ആണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത്. ഓക്കെ.